മലയാളത്തിൽ RDX എന്ന സിനിമയിലൂടെയാണ് മഹിമ നമ്പ്യാർ എന്ന നടി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത്. വളരെ പെട്ടെന്ന് തന്നെ താരത്തെ ആരാധകർ സ്വീകരിച്ചു. ഇപ്പോൾ കൈനിറിയ അവസരങ്ങളാണ് മഹിമയ്ക്ക്. അടുത്തതായി ഷെയ്ൻ നിഗം നായകനായെത്തുന്ന ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയാണ് മഹിമ നായികയെത്തുന്നത്. 11 വർഷമായി താൻ സിനിമയിൽ ഉണ്ടെങ്കിലും ആരാധകരുടെ മനസ്സിൽ തൻ്റെ ഇടം കണ്ടെത്താൻ വളരെ കാലമെടുത്തെന്ന് മഹിമ പറയുന്നു. തൻ്റെ പേരുമാറ്റമടക്കം കരിയറിലെ തൻ്റെ വളർച്ചയെ സഹായിച്ചുവെന്നും മഹിമ പറഞ്ഞു. മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിൻ്റെ പ്രതികരണം. എൻ്റെ ശരിക്കുമുള്ള പേര് ഗോപിക എന്നാണ്. ഗോപിക പാലാട്ടുചിറക്കര വീട്ടിൽ എന്നാണ് മുഴുവൻ പേര്. ഞാൻ കാര്യസ്ഥനിൽ അഭിനയിക്കുന്ന ടൈമിൽ ഗോപിക എന്ന് തന്നെയായിരുന്നു ആ പേര്. പിന്നെ ആദ്യത്തെ തമിഴ് സിനിമ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ ന്യൂമറോളജിയൊക്കെ നോക്കുന്ന ശീലങ്ങളുണ്ട്. അങ്ങനെ ആദ്യത്തെ തമിഴ് സിനിമ ചെയ്യുമ്പോൾ M എന്ന അക്ഷരം എനിക്ക് നല്ലതാണെന്ന് പറഞ്ഞ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ പ്രഭു സോളമൻ സാറാണ് എനിക്ക് മഹിമ എന്ന് പേരിടുന്നത്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ന്യൂമറോളജി നോക്കിയിട്ട് പറഞ്ഞു 2 പേരുണ്ടെങ്കിൽ കരിയറിന് നല്ല വളർച്ച ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരു പേരൂടെ വെക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്പ്യാർ എന്ന പേര് വന്നത്. പക്ഷേ 11 വർഷമെടുത്തു. പക്ഷേ അത് ഗുണം ചെയ്തു. മഹിമ എന്ന പേര് മലയാളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ 11 വർഷം എടുത്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ദൈവം ആ മോഹം നേടാൻ സഹായിച്ചു. എൻ്റെ പ്രൊഫൈൽ മാറി തുടങ്ങിയത് തമിഴിൽ മഹാമുനി എന്നൊരു സിനിമ ചെയ്തു. അതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ പേരിന് മാത്രമായിരുന്നു ഹീറോയിൻ ഉണ്ടായിരുന്നത്. വളരെ ഡീഗ്ലാമറൈസ്ഡ് ആയൊരു കഥാപാത്രമായിരുന്നു മഹാമുനിയിൽ. ആലോചിച്ചിട്ടാണ് ആ കഥാപാത്രം ചെയ്തത്. 2 ഹീറോയിൻ ആയിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നല്ലൊരു സ്വീകാര്യത ലഭിച്ചു. അതിനുശേഷം പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള നെഗറ്റീവ് റോളടക്കം ഞാൻ ചെയ്തു തുടങ്ങി. അതിനുശേഷമാണ് എനിക്കൊരു മാറ്റം വന്നു തുടങ്ങിയത്. RDXന് ശേഷം ആൾക്കാർ സ്ക്രീനിൽ എന്നെ കാണാൻ താല്പര്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്.